ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന 7 മുതൽ 8 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ഒരു സ്കേർട്ടാണ് ടോപ്പാണ് കേട്ടോ. സ്കേർട്ടിന്റെ താഴെ ബോർഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ലൈനിങ് വാങ്ങിയതാണ്. ഏകദേശം 2 മീറ്ററുള്ളൂ. എനിക്ക് 2 കുട്ടികൾക്ക് ചെയ്യാനുണ്ട്. ഒന്ന് 2 ഇയേഴ്സും അതുപോലെ ഒന്ന് 7 ഇയേഴ്സാണ് ചെയ്യാനുള്ളത്. 2 പേർക്കും കൂടി വാങ്ങിയതുണ്ട്. അപ്പം 7 ഇയേഴ്സിന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മീറ്റർ താഴത്തേക്ക് ബോർഡർ വെക്കുന്നതിന് ലൈനിങ് ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഇതൊരു നൈസ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനെ കാണുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ലൈനിങ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈനിങ് ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ കാണുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിന് ലൈനിങ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 മീറ്റർ നമുക്കിത് മതിയും. അതുപോലെ ഈ ഒരു ഫാബ്രിക് 1 മീറ്റർ മതി. അപ്പോൾ 2 മീറ്റർ 2 പേർക്കും എത്തിയിട്ട് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മീറ്റർ മതിയും. അതുപോലെ ലൈനിങ് നമുക്ക് 1/2 മീറ്റർ മതി. ഇത് മുകളിലേക്കുള്ള ബ്ലൗസിന് വേണ്ടിയിട്ടാണ് കോട്ടൺ വെക്കുന്നത്. താഴത്തേക്കുള്ളത് ക്രേപ്പാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ സ്കേർട്ടിന്റെ മെറ്റീരിയൽ ഞാൻ ഏകദേശം 2.5 മീറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 7 വയസ്സ് ആകുമ്പോൾ കുറച്ച് ഫ്രില്ല് വേണം. 7 to 8 അല്ലേ വരുന്നത്. 5 വയസ്സിന്റെ കുഞ്ഞൊക്കെ ആണെങ്കിൽ നമുക്ക് 2 മീറ്റർ മതിയും. അപ്പോൾ ഞാനിതൊരു 2.5 മീറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ. ഇനിയിപ്പോൾ സ്കേർട്ടിന്റെ ലൈനിങ് നമുക്ക് ഏകദേശം 2 മീറ്ററോളം മതി കേട്ടോ. മെറ്റീരിയൽസ് ഇത്രയാണ് ഉള്ളത്. നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിവിടെ ഇതാ മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരച്ചത്. നമുക്കൊരു ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. ഷോൾഡർ 5 ഇഞ്ച് ഇതുപോലെ എടുത്തു. കുറച്ച് താഴത്തേക്കും സെയിം 5 ഇഞ്ച് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഞാൻ ആം ഹോൾ എടുക്കുന്ന ഏകദേശം ഒരു 5.5 ഇഞ്ചോളം ആം ഹോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് നീട്ടി കൊടുക്കുക. ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ചെസ്റ്റ് അളവ് വരുന്നത് 25ആണ്. 25നെ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 6.25 കിട്ടും. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു 6.25 പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ബ്ലൗസിന്റെ ലെങ്ത് നോക്കാം കേട്ടോ. ബ്ലൗസിന്റെ ലെങ്ത് നമുക്ക് വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് 13 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് വെച്ചിട്ടും അതുപോലെ 13 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തിട്ട് അവിടെയും സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അപ്പൊ വേസ്റ്റ് എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ച് വേസ്റ്റ് പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇതുപോലെ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. സെന്റർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ ആം ഹോളിൽ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആം ഹോള് വരക്കാം കേട്ടോ. ഇനി കഴുത്തിന്റെ നോക്കാം. കഴുത്തിന്റെ അകലം എടുക്കുന്നത് ഏകദേശം ഒരു 2.25 എടുക്കുന്നുണ്ട് കേട്ടോ. 2.25 എടുത്തിട്ടുണ്ട്. കഴുത്തിന്റെ ഇറക്കം എടുക്കുന്നത് 4.5 ആണ് കേട്ടോ. ഇതുപോലെ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് 4.5 ഇത്രയാണ് വരുന്നത്. ഇതുപോലെ വെച്ചിട്ട് 2.25 മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലും റൗണ്ടിനൊക്കെ വരച്ചെടുക്കാം കേട്ടോ. എടുക്കുന്ന സമയത്തില്ലേ 13 അല്ലേ ബ്ലൗസിൽ ലെങ്ത്ത് വേണ്ട. തൈകൾ തുമ്പിന് 1 ഇഞ്ച് എനിക്ക് എടുക്കാൻ മറന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇത് 14 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് താഴത്തേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ബാക്ക് പീസ് ഇത് ഒരു 1/2 ഇഞ്ചും കൂടി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ആവശ്യമുണ്ട് ഒരു 1/2 ഇഞ്ച്. നമുക്ക് ബാക്കിൽ കട്ടാക്കാൻ എന്നാലും ഒരു 1/2 ഇഞ്ച് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് നമ്മുടെ ബാക്ക് നെക്കിന്റെ ലെങ്ത് ഏകദേശം ഒരു 5.5 എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കൊടുത്തു കേട്ടോ. 5.5 വരുന്നത്. ഇവിടത്തേക്ക് നമുക്ക് ഷേപ്പ് കൊടുക്കാം. ഞാനൊരു V ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇതാ ഇവിടത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു V ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തെടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ഇതൊക്കെ ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ ഇതേ അളവിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പീസ് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിലേക്ക് നമ്മൾ വള്ളിയാണ് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് കൊടുത്താൽ നമുക്ക് 2 ഇഞ്ച് കിട്ടും. ഞാൻ 1/2 ഇഞ്ചിയുടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സൈഡ് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തോളം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ നെക്കിന്റെ ഈ ഒരു ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
ഞാനിവിടെ 2 ഇഞ്ച് വീതിക്കുള്ള കുറച്ച് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതാ ലൈനിങ്ങിൽ മാർക്കും കൂടി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അടിച്ചു വരുമല്ലോ. അടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്വശത്ത് ഒരു ഇഞ്ച് വരുമ്പോൾ നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ പീസ് വെക്കും. അപ്പം പിന്നെ ഒരു 1/2 ഇഞ്ചിലുണ്ടാവും. അപ്പോൾ 1 ഇഞ്ചാണ് അങ്ങനെ കൊടുത്തത്. അതിനുശേഷം ഈ ഒരു ഇഞ്ചും ഇത് എത്രയുണ്ട് നോക്കാം. ഏകദേശം ഒരു 9-9:45 വരുന്നുണ്ട്. ഞാൻ എന്താക്കി വെച്ചാൽ ഇങ്ങനെ വന്നതിന് ശേഷം നേരെ ഇങ്ങനെ ടാപ്പ് മടക്കി കൊടുത്തിട്ടാകുമ്പോൾ ഇതിൻ്റെ പകുതിയുടെ മാർക്ക് ചെയ്തു. പിന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇതും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാം നോക്കിയിട്ട് എടുത്താലും മതി. ഇങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഈ പകുതി കിട്ടി. ഇപ്പോൾ ഒരു 8 ഇഞ്ചൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് വീതം എടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. അങ്ങനെയൊക്കെ എടുത്താൽ മതി. ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു നൈസ് തുണി ആയതുകൊണ്ട് കവർ ചെയ്തടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഇത് കട്ട് ചെയ്തില്ല. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ബാലൻസ് എന്ന പീസില്ല, ആ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 പീസും കൂടി ഇവിടെ വെച്ച് കൊടുക്കാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഒന്നിച്ച് നമ്മുടെ ഒരു സൈഡിൽ നമുക്കിത് കട്ട് ചെയ്ത പീസിൽ അത് വെച്ചിട്ട് ജസ്റ്റ് സൈഡിലേക്ക് കൂടുതൽ ടച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതാണ് കേട്ടോ. മെയിൻ ഫാബ്രിക്കിൻ്റെ മീത്ത നമുക്കിത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ആ പീസ് നമ്മൾ അടിച്ച് താഴ്വശത്ത് വേണം വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നെക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇത് മുതൽ നമ്മുടെ നെക്ക് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെയാണ് വരുന്നത്. നെക്ക് വരെ നമുക്കൊന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അടിച്ചിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് നെക്ക്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് കണ്ടോ, ആ ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മുടെ ഇതുപോലെ ഇത് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് പോയിന്റിൽ ഇതുപോലെ നിർത്തി കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് എത്തുന്ന സമയത്ത് ആദ്യം ഇതുപോലെ എടുക്കാം. ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കുക, സ്റ്റിച്ച് ചെയ്യുക. പിന്നെ തേർഡ് പോയിന്റ് എത്തുന്ന സമയത്ത് ആദ്യം നിർത്തുക, അതിന്റെ ഉള്ളിലോട്ടേക്ക് ഇത് വെച്ചു കൊടുക്കുക, സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ ഇതുപോലെ താഴത്തോളം ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇപ്പൊ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് വരാത്തെ. ഇതുപോലെ കിട്ടും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഇതിന്റെ ബാലൻസ് പീസ് ഇല്ലേ, അത് ഇതിന്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകും. അതിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണും കേട്ടോ. അപ്പൊ ഇതിപ്പോ ആ ലൈനിങ്ങിന്റെ ഉള്ളിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെ പോയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണാത്തത്. ഈ ഒരു പീസിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് ഈ ഒരു പീസിന്റെ ലൈനിങ്ങിന്റെ ഉൾവശത്താണ് ആ ഒരു തുച്ചുള്ളത്. സംഭവം മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ അറിയാം, എനിക്കറിയുന്ന ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയണം. പിന്നെ നമുക്ക് ആം ഹോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നമ്മ പിന്നെ ക്രോസ് പീസും കാര്യങ്ങളൊന്നും വെക്കാൻ പോകുന്നില്ല സ്ലീവിന്, അപ്പം അതൊക്കെ മടിയായതുകൊണ്ട് അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ആം ഹോളും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ടിൽ നിന്ന് ആം ഹോൾ സ്റ്റിച്ച് ആക്കാം. ബാലൻസ് ഉള്ള കട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ടൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ കറക്റ്റ് ആയിട്ട് തിരിച്ചിട്ട് ഈ വള്ളിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊടുത്താൽ നല്ല കറക്റ്റ് വരും. അധികം കട്ടിക്ക് വലിക്കാൻ പാടില്ല, എന്താ വെച്ചാൽ ഇളകി വന്നെങ്കിലും. അപ്പൊ ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അയണൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡറിന്റെ അടുത്ത് ലൈനിങ് പീസും അതുപോലെ മെയിൻ ഫാബ്രിക്കും പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നല്ല ഭാഗത്തേക്ക് കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ അതൊന്നും ഇപ്പൊ ചെയ്യാൻ നിൽക്കുന്നില്ല, അയൺ ചെയ്യണം. അതിപ്പോ രണ്ടും ഒരുമിച്ച് ചെയ്യാം, ഫ്രണ്ടത്തെ ബാക്കത്തെ ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ 2 നെക്കും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ ഒരു പൊങ്ങിയ വരുന്ന തുണി അയൺ ചെയ്യുന്ന സമയത്ത് സെറ്റായി കിട്ടും. നമുക്ക് ഫ്രണ്ട് അടിക്കാം കേട്ടോ. ഫ്രണ്ട് അടിക്കുന്നതോടൊപ്പം തന്നെയാണ് നമ്മ ഷോൾഡറും കൂടി ജോയിൻ ചെയ്ത് എടുക്കുന്നത്. പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്, സോറി മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് അടിച്ചു വരാം കേട്ടോ. ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇങ്ങനെയാണല്ലോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നേരെ ഇങ്ങനെ തിരിക്കണം. ഇങ്ങനെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം വെക്കാൻ. എന്നിട്ട് ഇത് ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഈ ലൈനിങ് പീസ് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് പീസ് ഇത് ഇങ്ങോട്ടേക്ക് കവർ ചെയ്യുക, ഇങ്ങനെ അടിക്കുക, ഇതടിക്കുക. ഓപ്പോസിറ്റ് വശത്തതും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഷോൾഡർ അടിച്ചിട്ട് നമ്മുടെ ആം ഹോളും കൂടി ഒന്നിങ്ങനെ അടിച്ചു വരാം കേട്ടോ. ഇവിടെ 3.5 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ വരുന്നത് ഏകദേശം 2 ഇഞ്ചാണ് വരുന്നത്. ഒരു 3.5 ഇഞ്ചിൽ വീതിക്ക് ഉള്ള
നീളത്തിലുള്ള പീസ് ഫ്രില്ല് എത്ര വേണം അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ സൈഡ് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് കരഭാഗം അടിച്ചതിന് ശേഷം സെന്ററിലെ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിന്റെ അടിവശത്ത് നൂല് പിടിച്ചിട്ട് ഇതുപോലെ മല്ല മല്ല വലിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചുരുക്ക് കിട്ടൂട്ടെ. നമ്മുടെ ആംഹോളിന്റെ അതിന് എത്ര പോലെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചുരുക്ക് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഫുള്ള് റൗണ്ട് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത്. എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ ആ 1 ഇഞ്ചിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ 2 സ്ലീവ് അടിച്ചെടുത്തു കേട്ടോ. പിന്നെ താഴത്ത് ഞാൻ ഒരു 1.5 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചു, പ്രസ് സ്റ്റിച്ച് കൊടുത്തു. ഓപ്പോസിറ്റ് വശത്തേക്ക് 2 മടക്കം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ലേസാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കതൊന്ന് ഇതിലേ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സൈഡ് അടിച്ചു കേട്ടോ. സൈഡ് അടിച്ചതിന് ശേഷമാണ് ഇത് വെച്ച് നോക്കുന്നത്. സൈഡിൽ നമുക്ക് അടിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഈ ബാക്ക് പീസിൽ മെഷർമെന്റും കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യേണ്ട. ഫ്രണ്ട് പീസിൽ മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് ബാക്ക് പീസ് ഒരുപോലെ ഇങ്ങനെ വരുന്ന രീതിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിൽ ഇങ്ങനെ വള്ളി ആയതുകൊണ്ട് ബാക്കിൽ സെപ്പറേറ്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിൽ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് മറ്റേ പീസും വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ആക്കിയിട്ട് നോക്കാട്ടോ. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആക്കി ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിന്റെ നോക്കാം. ഞാൻ സ്കേർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ വരുന്നതെന്നില്ലേ. നമ്മൾ സ്കേർട്ടിന്റെ ലെങ്ത് എത്ര വരുന്നതെന്ന് ആദ്യം നോക്കാം. എനിക്ക് ഏകദേശം ഒരു 31 ഇഞ്ചോളാണ് കേട്ടോ ലെങ്ത് വേണ്ടേ. അപ്പൊ അതേപോലെ ഞാൻ ഒരു 7 ഇഞ്ച് വീതിക്കുള്ള ബാൻഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ലെങ്ത്ന്ന് നമ്മൾ ഈ ഒരു 7 ഇഞ്ച് മൈനസ് ചെയ്യാം. തയ്യൽത്തുമ്പോൾ ഞാൻ എടുക്കുന്നില്ല, കാരണം വെച്ചാൽ അടിവശം മടക്കി എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 7 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയുടെ കൂടെ ആ സംഖ്യയിൽ നിന്ന് ആദ്യം ഒരു 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. 1.5 ഇഞ്ച് വെച്ചാൽ നമ്മുടെ മുകളിലത്തെ ബാൻഡ് 1.5 ഇഞ്ച് ക്യാൻവാസ് വീതിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് മൈനസ് ചെയ്യാം. പിന്നെ ആ മൈനസ് വെച്ചാൽ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. ഞാനിപ്പോൾ ഇതിന്റെ കൃത്യത പറയാത്തത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിരിക്കും അളവ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ആ ഒരു എമൗണ്ടിന്റെ ഒന്നിച്ച് എല്ലാവരും ഇതിന്റെ സംഖ്യയിൽ ഒന്നിച്ച് നമ്മുടെ മുകളിൽ ബാൻഡ് ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വേണം. അതുപോലെ താഴ്ത്തി ഈ ഒരു പീസ് ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പൊ എത്രയാണോ കുറച്ചിട്ട് കിട്ടുന്നത്, അതായത് 1.5 ഇഞ്ചും കുറക്കണം. ഈ ഒരു 7 ഇഞ്ച് വീതിക്കാണ് ഞാൻ എടുക്കുന്നത്, അതും കുറക്കാം. അപ്പൊ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്കേർട്ട് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ 7 ഇഞ്ച് വീതിക്കിൽ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ തന്നെ വെച്ചടിക്കാം. എനിക്കിപ്പോൾ ലൈനിങ് വരുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇതിന്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിന് എന്നിട്ട് ഇങ്ങോട്ടേക്ക് മറച്ചിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ നേരെ ആക്കിയിട്ട് ജസ്റ്റ് സൈഡ് ഒന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. താഴ്വശത്ത് ഇതുപോലെ ആയി, അല്ലെങ്കിൽ മടക്കി അടിച്ചാലും മതി. മുകൾ വശത്ത് ടച്ച് ചെയ്തെടുത്തു. നമുക്കിത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് പ്രസ് സ്റ്റിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ക്യാൻവാസ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അരവണ്ണത്തിനേക്കാൾ ഒരു 1.5 ഇഞ്ചിന് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാൻവാസ് ഇപ്പൊ 20 ആണെങ്കിൽ ഈ 21.5 അങ്ങനെ 1.5 ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട്. അതിനുശേഷം പീസ് കുറച്ച് ഇവിടെ അധികം പീസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ വീതി വെച്ചാൽ ക്യാൻവാസ് 1.5 ഇഞ്ച് വീതിക്കാണ് എടുത്തത്. അപ്പൊ അതിന്റെ ഡബിൾ വരുമ്പോൾ 3 ഇഞ്ച് ഞാൻ മടക്കി അടിക്കണം. 3 ഇഞ്ച് വേണം. പിന്നെ 1/2 ഇഞ്ച് ഒരു സൈഡിൽ തയ്യെത്തുമ്പോൾ 1/2 ഇഞ്ച് ഒരു സൈഡിൽ തയ്യെത്തുമ്പോൾ ഇതിവിടെ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ക്യാൻവാസിന് കണക്കായിട്ട് വരുന്ന രീതിക്ക് നമ്മുടെ സ്കേർട്ടിന് ഇത് ഫ്രില്ലിട്ട് എടുക്കണം. ഞാൻ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ സൈഡ് ലൈനിങ്ങിൻ്റെ ഇതിന്റെ സൈഡ് ജസ്റ്റ് ഒന്നിന് ടച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് ടച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 2 മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. മുകളിനെ താഴത്തോളം ചെയ്തെടുക്കാം. ഈ ബാൻഡിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഫ്രില്ലിട്ട് എടുത്തുട്ട്, അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് അതുപോലെ ലൈനിങ്ങും ഫ്രില്ലിട്ട് എടുത്തു. എനിക്ക് വീഡിയോ ഓണാക്കാൻ മറന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാൻഡ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇത് കറക്റ്റ് ആക്കിയിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് താഴത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇവിടെ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ആ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സെന്ററിൽ വരുന്ന രീതിക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സെന്ററിലേക്ക് ആവുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് എടുത്തതിന് ശേഷം നമുക്ക് കുടുക്കിന്റെ കണ്ണി കെട്ടുന്ന പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് കുറച്ച് മടക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് കുറച്ചിങ്ങനെ ഉള്ളിലോട്ടേക്ക് കൊടുക്കാട്ടോ. മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം കുറച്ച് ശേഷം ആ ഒരു സ്റ്റിച്ച് ഇതുപോലെ സെന്ററിലേക്ക് കൊടുക്കുക. പിന്നെ ഈ ഒരു സൈഡിലേക്കും കൂടി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിപ്പോ ബ്ലൗസിന് ഞാൻ ബാക്കിൽ വള്ളി വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടെ ലേസ് വെക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഫൂട്ട് വാങ്ങിക്കണത്രേ. അത് വാങ്ങിയിട്ട് ലേസ് വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ ക്രോസിലുള്ള വള്ളി കൊടുക്കുന്നത്. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് സ്കേർട്ട് അയൺ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സൈഡ് ജോയിന്റ് ആക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് സൈഡ് ഇവിടുന്ന് ഒരു 3 ഇഞ്ച് ഇതുപോലെ വിട്ടിട്ട്, അതായത് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് താഴത്തോളം ഒന്ന് ജോയിൻ ചെയ്ത് എടുത്താൽ മതി. എനിക്കിതിപ്പോ ഞാൻ കുറെ ദിവസം കഴിഞ്ഞിട്ട് കൊറിയർ അയക്കൂട്ടോ. അപ്പൊ അന്നേരം ഞാൻ എന്താക്കുന്ന വെച്ചാല് ഇപ്പൊ ഇങ്ങനെ അടിച്ചു വെച്ചില്ലേ, ബട്ടൺസ് വെച്ചിട്ട് ജസ്റ്റ് എല്ലാം ഒന്നിങ്ങനെ അയൺ ചെയ്ത് എടുക്കൂട്ടോ. അയൺ ചെയ്ത് എടുത്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യുക. അയക്കുന്നതിന് തലേ ദിവസം അല്ലെങ്കിൽ അയക്കുന്നതിന് രാവിലെയൊക്കെ ആയിരിക്കും ഞാൻ സൈഡ് ജോയിൻ ചെയ്തിട്ട് അയൺ ചെയ്തിട്ട് അയക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് വരുന്നത്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.